അപ്പം നമ്മളുടെ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് പഠിച്ചുകൊണ്ട് ഏൺ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ഓരോ വീഡിയോസിലും ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാക്സിമം കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ചാർട്ടിനും ഓരോ കഥകൾ പറയാനുണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ബേസിക് ലോജിക്ക് വേണം നമ്മളിപ്പോഴും പഠിക്കാൻ. അതിൻ്റെ ലോജിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക്സ് ഓഫ് ട്രേഡിങ്ങിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് ചാർട്ട് ബ്രേക്കിംഗ് ആണ്. ഇപ്പം കുറേ ബേസിക് സൈക്കോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് വഴിയേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇഗാരാഷി മോട്ടോഴ്സ് ലിമിറ്റഡിൻ്റെ ചാർട്ട് അനാലിസിസാണ്. അപ്പോൾ ഇത് മന്ത്ലി ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൻ്റെ കാര്യം അറിയാമല്ലോ, ഒരു മന്ത് മൊത്തം വേണം ആ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അതായത് ഒരു ക്യാൻഡിൽ കൃത്യം ഫോം ആയാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു അനാലിസിസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു സപ്പോർട്ട് ഇവിടെ വരയ്ക്കുന്നു. വളരെ സിമ്പിളല്ലേ? സപ്പോർട്ട് ഇവിടെ വരയ്ക്കുന്നു. ക്ലിയറായിട്ട് നമ്മളവിടെ വരച്ചു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഒരു റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വരച്ചു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കളർ വേണം ജസ്റ്റ് ഒന്ന് മാറ്റാം. നമുക്ക് വേറൊരു കളർ ഇടാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? അതിൻ്റെ തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ്, മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ പല ടൈം ഫ്രെയിമിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് പല റെസിസ്റ്റൻസ് കിട്ടും. പക്ഷേ നമുക്ക് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. എല്ലാ വട്ടവും ഇങ്ങനെ ക്ലോൺ ചെയ്ത് വെച്ചാൽ കിട്ടണമെന്നില്ല കേട്ടോ. നമ്മളൊരു ഇംപ്രവൈസേഷനാണ്. ചിലപ്പോൾ ചെറിയ രീതിയിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ചാർട്ട് എന്താ പറയുന്നത്? ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നാൽ പിന്നെ ഇവിടെ വരെ പോയേക്കാം എന്നാണ് നമ്മുടെ ആ ഒരു ചാർട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെ നിന്നൊരു എൻട്രി, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ട് എടുത്താൽ കുറച്ച് ഇങ്ങനെ നിന്നിട്ട് മുകളിലോട്ട് പോയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നേക്കാം. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ടാർഗറ്റ് വരെ, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് വരെ നമുക്കാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഞാനിപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ അതിന് തന്നെ പറയുവാണ്, ചെറിയൊരു തപ്പൽ പോലെയൊക്കെ എനിക്ക് വരും. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ സ്ക്രിപ്റ്റ് വെച്ചിട്ടോ അങ്ങനെയല്ല പറയുന്നത്. ഞാനിപ്പോൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഒരു ചാർട്ട് കാണാൻ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് അപ്പോൾ വരച്ച് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന എല്ലാ ചാർട്ടിലും ഞാൻ എൻട്രി ഒന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും പൈസ വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറൊന്നുമില്ല. ഞാൻ അങ്ങനെ കോടികൾ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പോൾ ഞാൻ കാണുമ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാതെ ഒരിക്കലും റീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ കിട്ടിയാൽ സന്തോഷമില്ല എന്നൊന്നും അല്ല പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്കെപ്പോഴും ഒരു മോട്ടിവേഷനായിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഇവിടെ നിന്നൊരു ബ്രേക്ക് വന്ന് ഒരു റീടെസ്റ്റ് കിട്ടിയാൽ അടിപൊളി. പിന്നെ ഇങ്ങനെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് ലോങ് ടൈം നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. ചിലപ്പം മാസങ്ങൾ വർഷങ്ങളോളം ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. ചിലവർ സാധാരണ സ്വിങ്ങിൻ്റെ പറയുന്നൊരു തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, പഠിപ്പിച്ച് കൊടുക്കുന്നത്, ചെയ്യാറുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് എത്തുന്നത് വരെ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരെ അത്രയും ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. പിന്നെ മാർക്കറ്റ് കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നടന്നോളൂ. പിന്നെ ഇത് ഓവറോൾ അപ് ട്രെൻഡിലുള്ള ചാർട്ടാണ്. പിന്നെ ഈ ഒരു ചാർട്ട് നമുക്കറിയാം, ചാർട്ട് ബ്രേക്കിംഗ് നമ്മൾ പറയാൻ നേരത്ത് 95 മുതലുള്ളൊരു ചാർട്ടാണ്. ഓവറോൾ ഒരു അപ് ട്രെൻഡിലുള്ളൊരു ചാർട്ടാണ്. ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഇച്ചിരി ഡൗൺ ഒക്കെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം ഒന്ന് അലേർട്ടാകുക. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലത്തെ ഒരു ചാർട്ടാണ്. നിങ്ങളിത് വരച്ച് നോക്കുക, പല ടൈം ഫ്രെയിമിൽ അനാലിസിസ് നടത്തുക, പറയുന്ന ഹോംവർക്ക് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും പഠിച്ച് മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്കാമിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കീഴിലോ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് സ്വയം പഠിച്ച്, പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്, അതിനകത്ത് നിങ്ങൾക്കാണെങ്കിൽ ചാർട്ട് ഇടാൻ പറ്റിയാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പം ഞാനാണെങ്കിലും കാണാത്ത പല ചാർട്ടുകൾ നിങ്ങൾക്കാണെങ്കിൽ തരാൻ പറ്റും. അപ്പം നിങ്ങളത് വരയ്ക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് വരച്ച് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു എൻട്രി കിട്ടിയേക്കും. മനസ്സിലായി? നമ്മളങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകുക. അല്ലാതെ നമ്മൾ പൈസ എന്ന് പറഞ്ഞൊരു മാനദണ്ഡം നമ്മളവിടെ വെക്കുന്നില്ല. അല്ല നിങ്ങളൊരു 500 രൂപ പ്രീമിയം ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ വെക്കുന്നില്ല. കാരണം എൻ്റെ ജോലി ഇതല്ല. എനിക്കിത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പഠിക്കുന്നതും പിന്നെ എനിക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്കത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, പ്രൈസ് ആക്ഷൻ സ്വിംഗ് പരമായിട്ട് പ്രൈസ് ആക്ഷനിലോട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഒന്നുകിൽ ചാനലിനകത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ട്രേഡിംഗ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മളിപ്പോൾ ഫണ്ടമെൻ്റലിനെ പറ്റി നിലവിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രേഡേഴ്സിനോട് ഞാനൊരു കാര്യം പറയാം. അപ്പം നിങ്ങൾ ആ ഒരു സൈക്കോളജി എല്ലാം കറക്റ്റ് ആക്കാനുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ടിനോട് ആലോചിച്ച് നോക്കുക. ഓൾറെഡി അപ്പുറത്തുള്ള ചാർട്ടാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത് തൊട്ടടുത്ത്. അപ്പോൾ ആ ഒരു ഏരിയ വരെ, ഏകദേശം ആ ഒരു ഏരിയ വരെ നമുക്കൊരു എൻട്രിയെ പറ്റി നമുക്ക് ആലോചിക്കാം.
അപ്പോൾ അതാ ഇവിടെ മുതൽ ഇവിടെ വരെ തന്നെ എത്ര നല്ല മൂവ്മെൻറ്റ് കിട്ടിയെന്ന് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ ആ ഒരു ചാനലിനകത്ത് തന്നെ മൂവ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ നല്ല എൻട്രികൾ കിട്ടുന്നു. അപ്പം നിങ്ങളൊരു മന്ത്ലി എൻട്രി ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പിന്നെ ഒരു എൻട്രി നിങ്ങൾക്കൊരു വ്യൂ കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾ അതിലും എൻട്രി എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, മറ്റൊരാളുടെ വ്യൂ അല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യൂ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൈസ നിങ്ങളുടെയാണ്. നഷ്ടം വന്നാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കേണ്ട മെത്തേഡെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ബേസിക്സ് ഓഫ് ട്രേഡിംഗ് കിടപ്പുണ്ട്. ബേസിക് ഓൾഡ് സ്കൂൾ മെത്തേഡായിട്ടുള്ള പ്രൈസ് ആക്ഷൻ മാത്രം നമ്മൾ പറയുന്നുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ സൗകര്യമുള്ളവരെങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡുകളെല്ലാം ബേസിക് പ്രൈസ് ആക്ഷൻ മാത്രം. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം മടിച്ചിരിക്കാതെ വരച്ച് നോക്കുക, ട്രേഡിംഗ് വ്യൂ എടുക്കുക, വരച്ച് നോക്കുക. സ്റ്റോക്ക് മറ്റേ ഏതെങ്കിലും ഒരു ബ്രോക്കർ എടുക്കുക, നിങ്ങൾ ട്രേഡിൽ എൻ്റർ ചെയ്യുക. നല്ല കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. വീണ്ടും ഞാൻ പറയുന്നു, നന്നായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.